Okay, welcome you to my next video on section 13.6 directional derivatives and gradients. അപ്പോൾ നമ്മൾ ഡയറക്ഷൻ ഡെറിവേറ്റീവ്സ് ഉദ്ദേശിക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് ഡെറിവേറ്റീവ് ഓഫ് എ സർഫസ് എലോങ് എക്സ് ഡയറക്ഷൻ അതുപോലെ തന്നെ ഡെറിവേറ്റീവ് ഓഫ് എ സർഫസ് എലോങ് വൈ ഡയറക്ഷൻ എന്നൊക്കെ വിളിച്ചിരുന്നു. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ നേരത്തെ കണ്ട കാര്യങ്ങളാണ്. എഫ് എക്സും എഫ് ഐയും എഫ് ഐ എന്തായിരുന്നു ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എഫ് എക്സ് എഫ് ഐ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ നേരത്തെ ആപ്ലിക്കേഷനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡെറിവേറ്റീവ് ഓഫ് സർഫസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ സർഫസ് ഇൻ ദ എക്സ് ഡയറക്ഷൻ. അപ്പോൾ സർഫസിൻ്റെ എക്സ് ഡയറക്ഷനിലെ സ്ലോപ്പ് കാണുക എന്ന് പറഞ്ഞാൽ അർത്ഥം അവിടെ നമ്മൾ എന്ത് കണ്ടുപിടിക്കുകയാണ്, എഫ് എക്സ് കാണുകയാണ്. അതാണ് അവിടെ ചെയ്യുന്നത്. അതല്ലെങ്കിൽ ഒരു സർഫസിൻ്റെ സ്ലോപ്പ് കാണാനായിട്ട് ഇസഡ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ് സർഫസ് എങ്കിൽ നമുക്ക് ഡോ ഇസഡ് ബൈ ഡോ എക്സ് കണ്ടാൽ മതി. ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഓർ എഫ് എക്സ് gives the slope of the surface in which direction? X direction. Similarly, if you are able to find dou z by dou y or Fi, then it will give the slope of the surface in y direction. അപ്പോൾ ഒരു പർട്ടിക്കുലർ വെക്ടറിലെ എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലുമുള്ള സ്ലോപ്പ് കാണാനായിട്ട് നമുക്ക് ഫോർമുല ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ദേ ആർ ഡോ ഇസഡ് ബൈ ഡോ എക്സ് ആൻഡ് ഡോ ഇസഡ് ബൈ ഡോ വൈ. അപ്പോൾ ഇനി അത് തന്നെ ആ പിക്ചർ നോക്കിയാൽ തന്നെ അറിയാം. അപ്പോൾ ഇവിടുത്തെ ഈ സ്ലോപ്പ് ഇവിടെ കാണിക്കുന്ന പിക്ചർ ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഈ പിക്ചർ നോക്കിയാൽ അറിയാം. അപ്പോൾ ഇത് ഒരു സർഫസ് എന്ന് പറയുന്നത് ആ യെല്ലോ കളർ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ സർഫസ്. ആ സർഫസിൽ ഒരു കർവുണ്ട്. C1 എന്ന് പറയുന്ന ബ്ലൂ കളറിലുള്ള ആണ് കർവ്. അപ്പോൾ അത് നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം. ഈ സർഫസിന് ഒരു ചെറിയൊരു ചരിവുണ്ട് അല്ലേ. ആ ചരിവ് അവിടെ കാണിച്ചിട്ടുണ്ട്. ചരിവ് നമ്മൾ കാണിക്കുന്നതിന് അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്, സ്ലോപ്പ് കാണാൻ വേണ്ടി എന്താ ചെയ്തിരിക്കുന്നത്, ഈ പറയുന്ന ഈ യെല്ലോ കളർ സർഫസിൽ ഒരു പ്ലെയിൻ ഇൻ്റർസെക്റ്റ് ചെയ്തിരിക്കുകയാണ്. ആ പ്ലെയിന് ഇൻ്റർസെക്റ്റ് ചെയ്തിട്ട് ആ ഇൻ്റർസെക്റ്റിംഗ് പ്ലെയിനും ഈ പറയുന്ന സർഫസും അങ്ങോട്ട് കണക്ട് ചെയ്യുന്ന അതായത് സർഫസും ഈ പ്ലെയിനും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്തിരിക്കുന്ന പോർഷനിലാണ് ഈ C1 എന്ന് പറയുന്ന കർവ് ഫോം ചെയ്യുന്നത്. അപ്പോൾ C1 എന്ന് പറയുന്ന കർവ് ഫോം ചെയ്യുന്നു. അതിനുശേഷം ഈ കർവിൽ ഒരു പർട്ടിക്കുലർ പോയിന്റ് ചൂസ് ചെയ്യുന്നു. ആ പർട്ടിക്കുലർ പോയിൻ്റാണ് കാണിച്ചിരിക്കുന്നത് x0 y0. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം ഈ സർഫസ് നിൽക്കുന്നത് എവിടെയാണ്, 3 സ്പേസിലാണ് നിൽക്കുന്നത്. ആ 3 സ്പേസിൽ XY പ്ലെയിനിൽ ഒരു പോയിൻ്റാണ് x0 y0. ആ x0 y0 എന്നുള്ള പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഇൻ്റർസെക്റ്റിംഗ് കർവിൽ എടുത്തിരിക്കുന്ന പോയിൻ്റാണ് അവിടെ ഒരു കാണിച്ചിട്ടുണ്ട്. ഒരു പോയിൻ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഒരു ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത്, കർവിൽ കാണിച്ചിരിക്കുന്ന പോയിൻ്റ്. അപ്പോൾ ആ പോയിന്റിലൂടെ ഒരു ടാൻജൻറ്റ് വരയ്ക്കുന്നു. ആ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പാണ് എന്ത്, എഫ് എക്സ്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം. ഇപ്പോൾ വരച്ചിരിക്കുന്ന ടാൻജൻറ്റ് ഇതാണ് നമ്മൾ വരച്ചിരിക്കുന്ന ടാൻജൻറ്റ്. ആ ടാൻജൻറ്റ് ഏത് ഡയറക്ഷനിലാണ്, എക്സ് ഡയറക്ഷനിലാണ്. ആ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് എക്സ് ഡയറക്ഷനിലുള്ള ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എഫ് എക്സ് യൂസ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് ഏത് കാണേണ്ടതുണ്ട്, വൈ ഡയറക്ഷനിൽ കാണേണ്ടതുണ്ട്. അപ്പോൾ വൈ ഡയറക്ഷനിൽ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് കാണാനായിട്ട് നോക്കുക. മറ്റൊരു കർവ് ഇവിടെ പറഞ്ഞിരിക്കുന്നു. നമ്മുടെ സെയിം സർഫസിനെ പ്ലെയിൻ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഫോം ചെയ്യുന്ന കർവാണ് C2. ഈ C2 എന്നുള്ളതിൽ ആ കർവിൽ പോയിൻ്റ് എടുക്കുന്നു. ഏതിന് കറസ്പോണ്ടിങ് ആയിട്ട്, x0 y0 എന്ന് പറഞ്ഞ പോയിൻ്റ്, XY പ്ലെയിനിൽ x0 y0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പോയിൻ്റ് ചൂസ് ചെയ്യുന്നു. ആ പോയിന്റിലൂടെ വരയ്ക്കുന്ന ടാൻജൻറ്റ്, ആ ടാൻജൻറ്റ് എന്ന് പറയുന്നത് ആർക്ക് പാരലായിട്ടാണ് ആ ടാൻജൻറ്റ് ഇരിക്കുന്നത് നോക്കിയാൽ അറിയാം. That particular tangent is parallel to which axis? Y axis. This tangent is parallel to Y axis. Or in other words, we have to find the slope in which direction? Y direction. അതായത് നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം, നമ്മൾ ഈ കർവിൻ്റെ സ്ലോപ്പ് കാണാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് Y ഡയറക്ഷനിലാണ്. ഇതാണ് ഈ ഇങ്ങനെയാണ് ചരിഞ്ഞാണ് സർഫസ് ഇരിക്കുന്നത്. ടാൻജൻറ്റ് പോകുന്നത് ഇങ്ങനെയാണ്. ദിസ് ടാൻജൻറ്റ് ഈസ് പാരലൽ ടു വിച്ച് ഡയറക്ഷൻ? Y direction. So we have to find slope in which direction? Y direction.
അപ്പോൾ സ്ലോപ്പ് ഇൻ എക്സ് ഡയറക്ഷൻ ഈസ് എഫ് എക്സ് ആൻഡ് സ്ലോപ്പ് ഇൻ വൈ ഡയറക്ഷൻ ഈസ് നോൺ ആസ് എഫ് വൈ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്. ഇനിയും ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ സ്ലോപ്പ് ഇൻ ഓരോ ഡയറക്ഷൻസ് കാണാനുള്ള മീനിങ് പറഞ്ഞു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും നമ്മൾ വൺ വേരിയബിൾ കേസിൽ അല്ലേ, വൺ വേരിയബിൾ കേസിൽ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? വൺ വേരിയബിൾ കേസ് പഠിച്ചത് ഇപ്പം എക്സും വൈ ആക്സിസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു കർവ്. ഇവിടെ നമ്മൾ സർഫസ് പറഞ്ഞു. 3D വരുമ്പോഴത്തേക്കും അത് സർഫസ് ആകും, 2 ഡയമെൻഷനിൽ വരുമ്പോൾ അത് കർവ് ആകും. അപ്പോൾ ഇതാണ് കർവ്. y ഈക്വൽ ടു എഫ് എക്സ് എന്ന് പറയുന്ന കർവ് ആണെങ്കിൽ ഈ കർവിലേക്ക് ഒരു ടാൻജൻറ്റ് വരയ്ക്കുകയാണെങ്കിൽ ആ ടാൻജൻറ്റ് ഏത് പോയിൻ്റ് കറസ്പോണ്ടിങ് ആയിട്ടാണ്? നമ്മുടെ ഡൊമൈൻ എന്ന് പറയുന്നത് ഇവിടെ എക്സ് ആക്സിസ് ആണ്. അപ്പോൾ എക്സ് സീറോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടാണ് ടാൻജൻറ്റ് വരച്ചിരിക്കുന്നത്. ആ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് കാണാനായിട്ടുള്ള ഫോർമുല എന്താ? dy/dx ആണ്. അപ്പോൾ ഇതാണ് പ്രത്യേകത. എന്നാൽ ഇവിടെ പ്രത്യേകത എന്താ? കർവ് മാറിയിട്ട് അത് സർഫസായി. സർഫസ് വന്നപ്പോഴത്തേക്കും അത് ഇക്വേഷൻ എങ്ങനെ മാറി? എഫ് ഓഫ് എക്സ് വൈ എന്നായി മാറി. y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നുള്ളത് z ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്നായിട്ട് മാറി. അതേപോലെ 2 ഡയമെൻഷനിലെ ഡൊമൈൻ വരുന്നത് എക്സ് ആക്സിസിലാണ്, അതായത് 1 ഡയമെൻഷനിലാണ്. അതുകൊണ്ടാണ് x0 ആണ് ഡൊമൈനിലെ പോയിൻ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അതേസമയം 3 ഡയമെൻഷനിലേക്ക് വന്നപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഡൊമൈനിലെ പോയിൻ്റ് ആര് വന്നു? x0 y0 വന്നു. മാത്രമല്ല ഇവിടെ കർവ് എന്നുള്ളത് മാറിയിട്ട് y ഈക്വൽ ടു എഫ് എക്സ് ഉള്ള കർവ് ആയിരുന്നു, അത് z ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആയപ്പോൾ അത് സർഫസ് ആയിട്ട് മാറി. അപ്പോൾ അങ്ങനെയാണ്, അതാണ് വ്യത്യാസം. അപ്പോൾ സ്ലോപ്പ് ഓഫ് ദ കർവ് എന്നുള്ളത് dy/dx ആണ് ഇവിടെ എക്സ് വൈ പ്ലെയിനിൽ. സർഫസ് വരുമ്പോഴത്തേക്കും അത് സ്ലോപ്പ് ഓഫ് ദ സർഫസ് ആയി മാറി. അങ്ങനെ വരുമ്പോൾ ആ സർഫസ് കാണാനായിട്ട് സ്ലോപ്പ് കാണുമ്പോൾ ആ ഡയറക്ഷൻ കൂടെ സ്പെസിഫൈ ചെയ്യണം. വൺ വേരിയബിൾ കേസിൽ അങ്ങനെയല്ല. സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് മീൻസ് dy/dx. അവിടെ വേറെ ഇന്ന ഡയറക്ഷൻ ഒന്നും പറയുന്നില്ല. അതേസമയം 3 സ്പേസിലേക്ക് വരുമ്പോഴത്തേക്കും ആ ഡയറക്ഷനും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കും. കാര്യം ഓരോ ഡയറക്ഷനിലും സർഫസിനെ സംബന്ധിച്ച് പല ഭാഗങ്ങളിലേക്ക് ഇത് ചരിഞ്ഞിരിക്കാം. കർവിന് ഒരു കർവ് എടുക്കുകയാണെങ്കിൽ ഒരു രീതിയിൽ മാത്രമേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ മാത്രമാണ് അതിൻ്റെ സ്ലോപ്പ് കാണാൻ സാധിക്കുന്നത്. അതേസമയം സർഫസിന് പ്രത്യേകത അങ്ങനെയല്ല. സർഫസ് പല ഭാഗങ്ങളിലേക്കും പല സ്ലോപ്പായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സർഫസിൻ്റെ സ്ലോപ്പ് ഓരോ ഡയറക്ഷനിലുമുള്ള സ്ലോപ്പ് നമുക്ക് കാണേണ്ടതായിട്ട് വരും. അവിടെയാണ് നമ്മൾ ഡയറക്ഷൻ ഡെറിവേറ്റീവ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി നമുക്കറിയാവുന്നത് ഏത് ഡയറക്ഷനിലുള്ള സ്ലോപ്പുകളൊക്കെയാണ്? എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലുമുള്ള സ്ലോപ്പ് അറിയാം. നമ്മളിതിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഏത് ഡയറക്ഷനിലുള്ള സ്ലോപ്പ് വേണമെങ്കിലും കാണാൻ സാധിക്കും. അങ്ങനെ അത്തരം സ്ലോപ്പിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇതൊന്ന് മനസ്സിലാക്കുക. ഡയറക്ഷൻ ഡെറിവേറ്റീവിൻ്റെ ജിയോമെട്രിക് മീനിങ് എന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾ ഡയറക്റ്റായിട്ട് കൂടുതലായിട്ട് പോകുന്നില്ല. ഡയറക്റ്റായിട്ട് പ്രോബ്ലം എടുക്കുന്നു, ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഫോർമുല പഠിച്ചാൽ മതി. പക്ഷേ ആ ഒരു ജിയോമെട്രിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. ഇത് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ പറയുന്ന ഡയറക്ഷൻ ഡെറിവേറ്റീവ് കാണുന്നത് നോക്കാം. അപ്പോൾ ഡയറക്ഷൻ ഡെറിവേറ്റീവിനെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞു സ്ലോപ്പ് ഇൻ എക്സ് ഡയറക്ഷൻ വൈ ഡയറക്ഷൻ എന്താണെന്ന് പറഞ്ഞു. ഇവിടെ പറയുന്നത് സ്ലോപ്പ് ഇൻ എ പർട്ടിക്കുലർ ഡയറക്ഷൻ എന്ന് പറയുന്നു. അത് ഏത് ഡയറക്ഷനിലുള്ള സ്ലോപ്പാണ് എന്ന് നമുക്ക് തീരുമാനിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും ഈ പറയുന്ന ഡെഫിനേഷനിലേക്ക് വരാം. ഡയറക്ഷൻ ഡെറിവേറ്റീവിൻ്റെ ഡെഫിനേഷനിലേക്ക് വീണ്ടും വരാം. അവിടെ എന്താണ് അവിടെ പറയുന്നത് നോക്കാം. അപ്പോൾ ഇവിടെ ഡയറക്ഷൻ ഡെറിവേറ്റീവ്സ് ആൻഡ് ഗ്രേഡിയൻസ് എന്നുള്ളതാണ് സെക്ഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് കാണാനായിട്ട് നേരത്തെ പറഞ്ഞു എക്സ് ഡയറക്ഷൻ വൈ ഡയറക്ഷൻ എന്ന് പറഞ്ഞല്ലോ. ഇവിടെ അതിന് പകരം നമ്മൾ ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ വെക്റ്റർ എടുക്കുന്നു. ആ വെക്റ്ററിൻ്റെ ഡയറക്ഷനിലുള്ള സ്ലോപ്പാണ് വേണ്ടത്. ഒരു വെക്റ്റർ ഡയറക്ഷനിലുള്ള സ്ലോപ്പ് എന്ന് പറയുമ്പോൾ പിക്ചറിൽ കണ്ടാൽ അറിയാം. എക്സ് വൈ പ്ലെയിനിൽ ഒരു വെക്റ്റർ വരച്ചിരിക്കുന്നു. ആ എക്സ് വൈ പ്ലെയിനിൽ വരച്ചിരിക്കുന്ന വെക്റ്റർ എന്ന് പറഞ്ഞാൽ പല തരത്തിലാകാം, പല ഡയറക്ഷനിലാകാം. കണ്ടില്ലേ? ഒന്ന് ഈ ഡയറക്ഷനാണ്, ഒന്നിത്, ഒന്നിങ്ങനെ, അങ്ങനെ ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും സ്ലോപ്പ് കാണാം. നേരത്തെയുള്ള പ്രത്യേകത എന്തായിരുന്നു? നമ്മൾ സ്ലോപ്പ് കാണുമ്പോൾ ഒന്നുകിൽ എക്സ് ഡയറക്ഷൻ അല്ലെങ്കിൽ വൈ ഡയറക്ഷൻ എന്ന് മാത്രമായിരുന്നു. ഇവിടെ ഈ പറയുന്ന എക്സ് ഡയറക്ഷനും വൈ ഡയറക്ഷനും അല്ല, ധാരാളം ഡയറക്ഷൻസ് നമുക്കിവിടെ കാണിക്കാൻ പറ്റും. എന്തുപയോഗിച്ച്? ഒരു വെക്റ്റർ ഉപയോഗിച്ച്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? എക്സ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ എക്സ് ഡയറക്ഷനിൽ ആക്ച്വലി എന്തോ ഒരു വെക്റ്റർ ഉണ്ട്. ഏതായിരുന്നു? ഐ. സിമിലർലി എ വെക്റ്റർ ഇസ് ഇൻ വൈ ഡയറക്ഷൻ നോൺ ആസ് ജെ. അപ്പോൾ ഐ ഡയറക്ഷനിലും ജെ ഡയറക്ഷനിലും ഉള്ള ഡെറിവേറ്റീവ്സ് നമ്മൾ കണ്ടെത്തി. ഇനി ഐയും ജെയും അല്ലാതെ ജനറലി ഒരു വെക്റ്റർ കണ്ടു കഴിഞ്ഞാൽ ആ വെക്റ്ററിൻ്റെ ഡയറക്ഷനിലുള്ള
ഡെറിവേറ്റീവാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ കാര്യം നമുക്കറിയാം, ഒരു വെക്ടറിൻ്റെ പ്രത്യേകത എന്താ? വെക്ടറിനെ സംബന്ധിച്ച് അവിടെ ഐ കമ്പോണൻറ്റും ജെ കമ്പോണൻറ്റും ഉണ്ട് അല്ലേ? അതായത് ഇപ്പോൾ നമ്മൾ പറയുന്നു, ഇപ്പോൾ 2i + 3j എന്ന് പറയുന്ന ഒരു വെക്ടർ എനിക്ക് മാർക്ക് ചെയ്യണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? യു ഡ്രോ എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്. Then how can you draw the vector 2i plus 3j? You take 2 unit along x direction and 3 unit along y direction. Then we get a particular point 2, 3, and whose position vector is actually called 2i plus 3j. ആ പൊസിഷൻ വെക്ടറിനെയാണ് എന്ത് വിളിക്കുന്നത്? 2i plus 3j എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ വെക്ടർ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു വെക്ടർ 2i plus 3j എന്ന് പറയുന്ന വെക്ടറിൻ്റെ പ്രത്യേകത എന്താ? ഈ 2i plus 3j എന്നുള്ള വെക്ടർ കിട്ടാനായിട്ട് ആക്ച്വലി നമ്മൾ എന്താ ചെയ്യുന്നത്? എക്സ് ഡയറക്ഷനിൽ 2 യൂണിറ്റ് മൂവ് ചെയ്യുന്നു. എക്സ് ഡയറക്ഷനിലെ യൂണിറ്റ് വെക്ടറാണ് ആര്? ഐ. വൈ ഡയറക്ഷനിലെ യൂണിറ്റ് വെക്ടറാണ് ജെ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത്, ഈ പറയുന്ന വെക്ടറിന് 2i plus 3j എന്ന് പറഞ്ഞ വെക്ടറിന് 2 കമ്പോണൻ്റ് ഉണ്ട്. ഒന്ന് എക്സ് ഡയറക്ഷനിലുള്ള കമ്പോണൻ്റ് ആണ് 2, വൈ ഡയറക്ഷനിലുള്ള കമ്പോണൻ്റ് ആണ് 3. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ വെക്ടറിനെ എങ്ങനെ എഴുതും? 2i plus 3j എന്ന് എഴുതും. അപ്പോൾ ഇവിടുത്തെ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, ഡോ ഇസഡ് ബൈ ഡോ എക്സ് സ്ലോപ്പ് ഇൻ എക്സ് ഡയറക്ഷൻ എന്നുള്ളിടത്ത് നമ്മൾ സ്ലോപ്പ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഐ എന്നുള്ളതായിരുന്നു. അതേപോലെ അടുത്തത് എഫ് എക്സ്, ഇതാണ് ഇപ്പോൾ എഫ് എക്സ് എന്ന് പറയുന്നത്. അടുത്തത് സ്ലോപ്പ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് വൈ ഓർ സ്ലോപ്പ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ജെ എന്നുള്ളതായിരുന്നു എഫ് ഐ എന്ന് പറയുന്നത്. ഇനി അതല്ല, ഇനി നമ്മൾ അതിന് പകരം കാണാൻ പോകുന്നത് എന്താ? ഈ പറയുന്ന എക്സ് ആക്സിസും വൈ ആക്സിസും മാത്രമല്ലാതെ ജനറലായിട്ടൊരു വെക്ടർ പറയുന്നു. ആ വെക്ടർ എന്ന് പറയുന്നത് ഇപ്പോൾ 2i plus 3j ആണെങ്കിൽ ഇങ്ങനെ, ഇനി അതല്ല -2i plus 3j ആണ് വരുന്നതെങ്കിൽ ഏകദേശം ഇങ്ങനെ വരും. അങ്ങനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ പറയുന്ന വെക്ടറിന് വരയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ ജനറൽ ഡയറക്ഷനിലുള്ള സ്ലോപ്പാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഡയറക്ഷൻ ഡെറിവേറ്റീവ്, ദാറ്റ്സ് ദ മീനിങ് ഓഫ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ്. നൗ ഇനി നമ്മൾ നേരെ ഫോർമുലയിലേക്ക് പോകുന്നു, പ്രോബ്ലം ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ ഉള്ളത്. നോക്കാം. ഇഫ് എഫ് ഓഫ് എക്സ് വൈ ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആൻഡ് ഇഫ് യു ഇസ് ഈക്വൽ ടു വെക്ടർ യു ഇസ് ഈക്വൽ ടു u1i plus u2j is a unit vector. അപ്പോൾ then the direction derivative of f in the direction of u at x0 y0 is defined by. അപ്പോൾ ഈ പറയുന്ന ഫോർമുല നമ്മൾ ഓർത്തിരിക്കണം, ഡയറക്ഷൻ ഡെറിവേറ്റീവ് കാണുന്ന ഫോർമുല ഓർത്തിരിക്കണം. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? നമ്മുടെ സർഫസ് ആണ് എഫ് ഓഫ് എക്സ് വൈ. ഇനി ഈ സർഫസിൻ്റെ സ്ലോപ്പാണ് നമുക്ക് കാണേണ്ടത്. ഏത് ഡയറക്ഷനിലുള്ളത്? തന്നിരിക്കുന്ന വെക്ടറിൻ്റെ ഡയറക്ഷനിലുള്ളത്. ആ വെക്ടറിൻ്റെ കമ്പോണൻസ് നോക്കി u1i plus u2j. സോ ദ കമ്പോണൻറ്റ് ഓഫ് എക്സ് ഇസ് u1 ആൻഡ് കമ്പോണൻറ്റ് ഓഫ് എലോങ് വൈ ഡയറക്ഷൻ ഇസ് u2. അപ്പോൾ നമുക്ക് സർഫസ് അറിയാം, എഫ് ഓഫ് എക്സ് എന്നുള്ള സർഫസ് അറിയാം. ഇനി ആ സർഫസിൻ്റെ സ്ലോപ്പ് യു എന്നുള്ള വെക്ടറിൻ്റെ ഡയറക്ഷനിലാണ് കാണുന്നതെന്നറിയാം. ആ പറയുന്ന സർഫസിൻ്റെ സ്ലോപ്പിനെ വിളിക്കുന്ന പേരെന്താ? ഡയറക്ഷണൽ ഡെറിവേറ്റീവ്. അപ്പോൾ ആ ഡയറക്ഷൻ ഡെറിവേറ്റീവ് കാണുന്ന ഫോർമുലയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നോക്കിയേ, then the direction derivative of f in which direction? In the direction of vector u. അപ്പോൾ is defined by du f of x0 y0. അപ്പോൾ ഇനി ഈ സ്ലോപ്പ് കാണുമ്പോൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ആ പിക്ചർ ഓർമ്മ ഉണ്ടാവും, യെല്ലോ കളറുള്ള സർഫസും പ്ലെയിനും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കർവ്, ആ കർവിൽ x0 y0 എന്ന് പറയുന്ന ഡൊമൈനിലെ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിലൂടെയാണ് നമ്മൾ ടാൻജൻറ്റ് കൺസിഡർ ചെയ്യുന്നത്, എന്നിട്ടാണ് സ്ലോപ്പ് കാണുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ആ ഡൊമൈനിൽ ഉള്ള പോയിന്റിനെയാണ് നമ്മൾ x0 y0 എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവിടെ ഈ പിക്ചറിനകത്ത് അത് കാണിച്ചിട്ടുണ്ട്. x0 y0 എന്ന് ഉദ്ദേശിക്കുന്നത് ഡൊമൈനിലുള്ള പോയിൻ്റാണ്. ഇവിടെ ഡൊമൈനിലുള്ള പോയിൻ്റാണ്, എക്സ് വൈ പ്ലെയിനാണ് ഡൊമൈന്. ആ ഡൊമൈനിലുള്ള പോയിൻ്റാണ് x0 y0. x0 y0യിൽ കൂടെ പോകുന്ന വെക്ടറാണ് വെക്ടർ യു. അപ്പോൾ ഇവിടെയെല്ലാം ആ പിക്ചറിനകത്ത് ഇതെല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഡയറക്ഷൻ ഡെറിവേറ്റീവിൻ്റെ ഡെഫിനിഷൻ എന്താ നോക്കി? ഡി കഴിഞ്ഞിട്ട് ഒരു സബ്സ്ക്രിപ്റ്റ് ആയിട്ട് വെക്ടർ യു കൊടുക്കുന്നു. എഫ് ഓഫ് x0 y0 ഇസ് ഈക്വൽ ടു, അത് കാണാനുള്ള ഫോർമുല ഇതാണ്, വി ഡിഫറൻഷിയേറ്റ് ദിസ് എഫ് വിത്ത് റെസ്പെക്ട് ടു എസ്. ആ എസ്സിനെ വിളിക്കുന്ന പേരാണ് ആർക്ക് ലെങ്ത് എന്ന് വിളിക്കും. ആർക്ക് ലെങ്ത് എന്ന് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, നമ്മളിപ്പോൾ ഇപ്പോൾ തന്നെ പറഞ്ഞല്ലോ, രണ്ട് സർഫസുകൾ നമ്മൾ ഇൻ്റർസെക്റ്റ് ചെയ്തപ്പോൾ അവിടെ ഒരു കർവ് കിട്ടിയെന്ന് പറഞ്ഞില്ലേ, ആ കർവിനെയാണ് നമ്മൾ ആർക്ക് എന്ന് വിളിക്കുന്നത്. ആർക്ക് ലെങ്ത് നമുക്ക് കാണാനായിട്ട് ഫോർമുലയുണ്ട്, അത് അടുത്ത സെക്ഷനിൽ നമ്മൾ
ആർക്ക് ലെങ്ത് കാണുന്ന ഫോമുലയൊക്കെ പഠിക്കും. അപ്പോൾ ജസ്റ്റ് ഇത്രയും മാത്രം ഓർത്തിരിക്കുക. ഇതാണ് നമ്മുടെ ഫോം ചെയ്തിരിക്കുന്ന കർവ് അല്ലെങ്കിൽ ആർക്ക്. ഇതാണ് അതിന് നമുക്ക് ഏതെങ്കിലും പർട്ടിക്കുലർ പോയിന്റ്, ഇപ്പോൾ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ലെങ്തോ അല്ലെങ്കിൽ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ലെങ്തോ ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ആ ലെങ്തിനെയാണ് നമ്മൾ എസ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. എസ് റെപ്രസെൻറ്റ്സ് ആർക്ക് ലെങ്ത്. ഈ ലെങ്താണ് ആർക്കിൻ്റെ ലെങ്ത്. ദാറ്റ് ഇസ് നോൺ ആസ് ആർക്ക് ലെങ്ത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ആർക്ക് ലെങ്തിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്ററാണ് എസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഡയറക്ഷൻ ഡെറിവേറ്റീവ് കാണുന്ന ഫോമുല എന്താ? d/ds കാണുക. അതായത് ഡെറിവേറ്റീവ് ഓഫ് ദ സർഫസ് എഫ് വിത്ത് റെസ്പെക്ട് ടു ആർക്ക് ലെങ്ത്. അതാണ് പ്രത്യേകത. ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ആർക്ക് ലെങ്ത് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ എന്തായിരുന്നു? ഡെറിവേറ്റീവ് ഓഫ് ഇസഡ് ഓഫ് ദ സർഫസ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു വൈ എന്ന് പറഞ്ഞു. ഇവിടെ അതിന് പകരം നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എസ് ആണ്. ആർക്ക് ലെങ്തിനനുസരിച്ചാണ് നമ്മൾ ഡെറിവേറ്റീവ് കാണുന്നത്. അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത്? നമ്മൾ എഫ് ആ ഫംഗ്ഷൻ എടുക്കുന്നു. ആ ഫംഗ്ഷനിലേക്ക് നമ്മൾ കൊടുക്കുന്നത്, ഫംഗ്ഷനിൽ എക്സും വൈയും ഉണ്ടാവുമല്ലോ. ആ എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുന്നു? x0 + xu1 കൊടുക്കുന്നു. വൈയുടെ സ്ഥാനത്ത് y0 + su2 കൊടുക്കുന്നു. അങ്ങനെ കിട്ടുന്ന ആ എഫിനെയാണ് നമ്മൾ, അപ്പോൾ അങ്ങനെ കിട്ടുന്ന എഫിൻ്റെ പ്രത്യേകത എന്താ? അതിനകത്ത് ആക്ച്വലി x0യും y0യും ഒക്കെ പർട്ടിക്കുലർ വാല്യൂസ് ഉണ്ടാകും. അതുപോലെ u1 u2ഉം തന്നിരിക്കുന്ന വെക്ടറിൻ്റെ കമ്പോണൻസ് ആണ്. അപ്പോൾ ഇതൊക്കെ നമ്പേഴ്സ് ആയിരിക്കും. ഇവിടെ വേരിയബിളായിട്ട് നിൽക്കുന്നത് ആരായിരിക്കും? എസ് മാത്രമായിരിക്കും. അപ്പോൾ ആക്ച്വലി എഫ് ഓഫ് x0 + su1 y0 + su2 കാണുമ്പോൾ അത് കിട്ടാൻ പോകുന്നത് എസ് എന്നുള്ള വേരിയബിളിനകത്തുള്ള ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ ഒരു വേരിയബിൾ എസ് എന്നുള്ള വേരിയബിൾ മാത്രമുള്ള ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്കതിനെ എന്ത് ചെയ്യാം? വിത്ത് റെസ്പെക്ട് ടു എസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അങ്ങനെ ആ ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു എസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. എന്നിട്ട് അങ്ങനെ കിട്ടുന്ന ആൻസറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? എസ് ഇസ് ഈക്വൽ ടു 0 എന്ന് ചൂസ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്തായിരിക്കും? ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ആയിരിക്കും. ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഇൻ വിച്ച് ഡയറക്ഷൻ? ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്ടർ യു. സോ യു ഹാവ് ടു റിമെമ്പർ ദിസ് ഫോമുല. അപ്പോൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഏത് പോയിന്റിലാണ് കാണുന്നത്? x0 y0യിലാണ് ഡയറക്ഷൻ ഡെറിവേറ്റീവ്, ആ സർഫസിൻ്റെ ഡെറിവേറ്റീവ് കാണേണ്ടത് അല്ലെങ്കിൽ സ്ലോപ്പ് കാണേണ്ടത് x0 y0യിലാണ്. പക്ഷേ അത് ഏത് ഡയറക്ഷനിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഡയറക്ഷനിലാണ്? വെക്ടർ യുവിൻ്റെ ഡയറക്ഷനിലാണ്. കാര്യം x0 y0യിൽ കൂടെ നമുക്ക് ധാരാളം വെക്ടേഴ്സിനെ വരയ്ക്കാം. പക്ഷേ x0 y0യിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ വെക്ടറിനെ തന്നെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ പോയിന്റ് മാത്രം പറഞ്ഞാൽ പറ്റില്ല. ആ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ഏത് വെക്ടർ എന്ന് എടുത്ത് പറയണം. ആ വെക്ടറാണ് ഏത്? വെക്ടർ യു. ആ യുവിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. യു എന്ന് പറയുന്നതാണ് ഒരു മാഗ്നിറ്റ്യൂഡിൽ കാര്യമില്ല, അതായത് യൂണിറ്റ് വെക്ടറാണ്. അതാണ് പ്രത്യേകത. അപ്പോൾ നമ്മളെ ഫോമുല ക്ലിയറായി. ഇനിയിപ്പോൾ നമുക്ക് നോക്കാവുന്നത് നോട്ട് 1. du f of x0 y0 is the slope of the surface in the direction of u at the point x0 y0 f of x0 y0. അപ്പോൾ ഇവിടെ x0 y0 f of x0 y0 എന്ന് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല. നമുക്കിവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോക്കിയാൽ ഈ പോയിന്റ് കണ്ടില്ലേ? ഈ പോയിന്റ് നമ്മൾ ദിസ് പോയിന്റ് ഈസ് x0 f of x y0. x0 y0 എന്ന് പറയുന്നത് നമ്മുടെ XY പ്ലെയിനിലെ പോയിൻ്റാണ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു പോയിന്റ് വരുന്നില്ലേ? ആ പോയിന്റിനെ കോർഡിനേറ്റ് ശരിക്കും എന്താ? ആ പോയിന്റിന് എക്സ് കോർഡിനേറ്റ് x0 ആയിരിക്കും, y കോർഡിനേറ്റ് y0 ആയിരിക്കും. ഇസഡ് കോർഡിനേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഡിസ്റ്റൻസ് ആണല്ലോ. ഇസഡ് കോർഡിനേറ്റ് ഉദ്ദേശിക്കുന്നത് എന്താ? ഈ ഡിസ്റ്റൻസ് ആണ്. x0 y0യ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഉള്ള ഡിസ്റ്റൻസ് കാണാനായിട്ട് ആ x0 y0 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഇസഡിലേക്കാണ്. അപ്പോൾ ഇസഡ് കോർഡിനേറ്റ് എത്ര വരും? എഫ് ഓഫ് x0 y0. അപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാകും ഇതിന് 3 കോർഡിനേറ്റ്സ് ഉണ്ട്, x0 y0 ആൻഡ് എഫ് ഓഫ് x0 y0. അപ്പോൾ അതിനർത്ഥം എന്താ? ഈ പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് സ്പേസിലെ പോയിൻ്റാണ്. കാര്യം അതിന് എക്സ് ഡയറക്ഷനും വൈ ഡയറക്ഷനും മാത്രമല്ല ഇസഡ് ഡയറക്ഷനും കൂടെ വരുന്നുണ്ട്. അപ്പോൾ അതാണ് ആ പോയിന്റ് ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ x0 y0 f of x0 y0. Then notes 2. du f of x0 y0 is the instantaneous rate of change of f of xy with respect to distance in the direction of u at the point x0 y0. അപ്പോൾ നമ്മൾ നേരത്തെ ഇപ്പോൾ പറഞ്ഞത് ജോമെട്രിക് മീനിങ് ആണ് സ്ലോപ്പ് ഓഫ് ദി സർഫസ് എന്ന് പറഞ്ഞത്. ഇനിയും ഇതിനെ തന്നെ നമുക്ക് ഇതിൻ്റെ ഫിസിക്കൽ മീനിങ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ചിനെയാണ് നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ചിനെയും നമുക്ക് ഈ പറയുന്ന ഡയറക്ഷൻ ഡെറിവേറ്റീവ് കൊണ്ട് ഡിനോട്ട് ചെയ്യാം.
അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും വൺ വേരിയബിൾ കാൽക്കുലസിൽ നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത് പലതരത്തിൽ കണ്ടിരുന്നു അല്ലേ. ഫിസിക്കൽ മീനിങ് വാട്ട് ഈസ് ഡി എസ് ബൈ ഡി ടി, ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എസ് വിത്ത് റെസ്പെക്ട് ടു ടി, ദെൻ ആൻഡ് ദാറ്റ് ഇസ് നോൺ ആസ് വെലോസിറ്റി. ദെൻ വാട്ട് ഈസ് ഇൻസ്റ്റൻറ്റേനിയസ് ചേഞ്ച് ഓഫ് വെലോസിറ്റി, ദാറ്റ് ഇസ് നോൺ ആസ് ആക്സിലറേഷൻ എന്ന് പറയുന്നത് പോലെ നമുക്ക് ഇതിനെയും ഈ പറയുന്ന 2 വേരിയബിൾ അല്ലെങ്കിൽ 3 വേരിയബിൾ കേസിലൊക്കെ തന്നെയും നമുക്ക് ഫിസിക്കൽ മീനിങ് ഇവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. ആ ഫിസിക്കൽ മീനിങ്ങും നമ്മൾ എന്ത് തന്നെയാണ്, അതാണ് നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഡെഫിനിഷൻ മാത്രമാണ് പറയുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടി ഡയറക്ഷൻ ഡെറിവേറ്റീവ് എന്താണ്, അതുപോലെ തന്നെ എന്താണ് ധാരണ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഡയറക്ഷൻ ഡെറിവേറ്റീവ് കാണുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അടുത്ത പ്രോബ്ലം നോക്കുക. ലെറ്റ് എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് വൈ. Find and interpret du for the unit vector u is equal to root 3 by 2i plus 1 by 2j. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സർഫസ് ആണ് എക്സ് വൈ. ആ സർഫസിന് സ്ലോപ്പ് കണ്ടുപിടിക്കണം അല്ലേ. ആ സ്ലോപ്പ് കാണാനായിട്ട് നമുക്ക് എക്സ് വൈ പ്ലെയിനിലുള്ള യൂണിറ്റ് വെക്ടർ തന്നിട്ടുണ്ട്. ആ പർട്ടിക്കുലർ വെക്ടറിൻ്റെ ഡയറക്ഷനിൽ ആണ് നമ്മുടെ സർഫസിൻ്റെ സ്ലോപ്പ് കാണേണ്ടത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ സർഫസ് എന്ന് പറയുന്നത് പല ഷേപ്പിലായിരിക്കാം. അത് ചിലപ്പം സിലിണ്ടർ ആവാം, സ്ഫിയർ ആകാം, പരാബോളോയിഡ്, ഹൈപ്പർബോളോയിഡ്, അത് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. ആ പറയുന്ന സർഫസിനൊരു സ്ലോപ്പ് ഉണ്ടാകും. അത് പല ഡയറക്ഷനിൽ സ്ലോപ്പ് ഉണ്ടാവും. നമുക്ക് ഏത് ഡയറക്ഷനിലുള്ള സ്ലോപ്പ് വേണം, നമുക്ക് തന്നിരിക്കുന്ന വെക്ടറിൻ്റെ അതേ ഡയറക്ഷനിലുള്ള സ്ലോപ്പാണ് നമ്മൾ കാണാൻ പോകുന്നത്. ദാറ്റ്സ് നോൺ ആസ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ്. ഇനിയും ഒരു പർട്ടിക്കുലർ പോയിന്റും പറയുന്നുണ്ട്, ഏതാ 1, 2 കറസ്പോണ്ടിങ് ആയിട്ട് ഉള്ള സ്ലോപ്പാണ് വേണ്ടത്. നോക്കാം. അപ്പോൾ അതിൻ്റെ ആൻസറിലേക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ തൊട്ട് മുമ്പത്തെ ഫോർമുല നോക്കിയാൽ അറിയാം. ഡാഷ് ഡെറിവേറ്റീവ് കാണണമെങ്കിൽ എന്തൊക്കെ വേണം, x0 y0 അറിഞ്ഞിരിക്കണം. കൂടാതെ x0 പ്ലസ് xu1 y0 പ്ലസ് su2 അറിഞ്ഞിരിക്കണം. നമ്മൾ ആദ്യമായിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, u1 മീൻസ് ദ കമ്പോണൻറ്റ് ഓഫ് ദ വെക്ടർ u. അല്ല, എക്സ് ഡയറക്ഷനുള്ള കമ്പോണൻ്റ് ആണ് u1. സിമിലർലി കമ്പോണൻറ്റ് ഓഫ് u ഇൻ y ഡയറക്ഷൻ ഈസ് നോൺ ആസ് u2. ഫസ്റ്റ് ഓഫ് ഓൾ വി കാൽക്കുലേറ്റ് x0 പ്ലസ് su1. What is x0 plus su1? That is equal to x0 എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പോയിന്റ് ഉണ്ടല്ലോ, ഡൊമൈനിലുള്ള പോയിന്റ് ആണ് ആര്, 1, 2. എക്സ് വൈ പ്ലെയിലുള്ള പോയിന്റ് ആണ് 1, 2. അതിൽ എക്സ് കോർഡിനേറ്റ് ആണ് x0. സോ x0 is y1 and what is y0? y0 is 2. So we know x0 1, y0 2. അതേപോലെ u1 ഉം u2 ഉം നമ്മുടെ വെക്ടർ uവിൽ നിന്ന് കിട്ടും. What is u1? u1 is root 3 by 2 and u2 is 1 by 2. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വാട്ട് ഈസ് x0 പ്ലസ് xu1? ദാറ്റ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് എസ് ഇൻറ്റു റൂട്ട് 3 by 2. സിമിലർലി y0 പ്ലസ് su2 ബിക്കംസ് 2 പ്ലസ് 1 by 2 ഇൻറ്റു എസ്. ഇത്രയും കിട്ടിയ വാല്യൂസ് നമ്മുടെ ഫംഗ്ഷനിലേക്ക് കൊടുക്കുന്നു. നമ്മുടെ ഫംഗ്ഷൻ ആരാണ്, എക്സ് വൈ എന്നുള്ളതാണ് ഫംഗ്ഷൻ. ആ ഫംഗ്ഷനിലേക്ക് ഈ എക്സും വൈയും നമ്മൾ കൊടുക്കുന്നു. എക്സിൻ്റെയും വൈയുടെ സ്ഥാനത്ത് x0 പ്ലസ് su1 y0 പ്ലസ് su2 കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ എങ്ങനെയാകാം, x becomes 1 plus root 3 by 2s and what is y? f of x y is equal to x y ക്കകത്ത് എക്സിന് പകരം കൊടുക്കുന്നു. what is y? y is 2 plus s by 2. എന്നിട്ട് നമ്മൾ അതിനെ ഓരോ ടേം ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. that is 1 into 2 2, 1 into s by 2, then root 3 by 2s into 2, root 3 by 2s into s by 2. സിംപ്ലിഫിക്കേഷൻ കഴിഞ്ഞപ്പോൾ കിട്ടുക എത്രയാണ്, 2 plus s by 2 plus root 3s plus root 3 by 4s square എന്ന് കിട്ടി. ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ, ഇതിപ്പോൾ നമ്മൾ ആ ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഡാഷ് ഡെറിവേറ്റീവ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം, ഇപ്പോൾ കിട്ടിയ ഫംഗ്ഷനകത്ത് വേരിയബിൾ ആയിട്ടുള്ളത് ആര് മാത്രമാണ്, എസ് മാത്രമാണ്. അതുകൊണ്ട് ഈ ഫംഗ്ഷനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. അതായത് ഡി ബൈ ഡി എസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അതാണ് നമ്മൾ ഫോമിലേക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എഴുതാം, ഡി സബ്സ്ക്രിപ്റ്റ് യു എഫ് ഓഫ് x0 y0 മീൻസ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഇസ് ഈക്വൽ ടു ഡി യു. We replace which value 1 2 is equal to du at 1 2. അപ്പോൾ ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളത് കറക്റ്റ് ചെയ്യുക. വേറൊന്നുമില്ല, അവിടെ വേറെ ആയിട്ടൊന്നും പറയാനായിട്ടില്ല. ഇത്രയേ ഉള്ളൂ. du 1 2 എന്നുള്ളൊരു തൊട്ടിപ്പുറത്ത് നിങ്ങൾ ആ ഒരു എഫ് കൂടെ കൊടുക്കുക. du f of 1 2 എന്നുകൂടെ കൊടുക്കുക. ഓക്കെ, ഈക്വൽ ടു ഡി ബൈ ഡി എസ് ബ്രാക്കറ്റിനകത്ത് ആ ഫംഗ്ഷൻ കൊടുക്കുന്നു. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താ, ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. വിത്ത് റെസ്പെക്ട് ടു എസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഡെറിവേറ്റീവ് ഓഫ് 2 ബിക്കംസ് 0 ആൻഡ് ഡെറിവേറ്റീവ് ഓഫ് എസ് ഇൻറ്റു 1 by 2 പ്ലസ് റൂട്ട് 3 ബിക്കംസ് 1 by 2 പ്ലസ് റൂട്ട് 3.
and derivative of root 3 by 4 s square becomes root 3 by 4 into 2s. അത് സിംപ്ലിഫൈ ചെയ്തിട്ട് എസിൻ്റെ സ്ഥാനത്ത് 0 കൊടുക്കുന്നു. അപ്പോൾ കിട്ടുന്ന ആൻസർ എത്രയാണ്? 1/2 പ്ലസ് റൂട്ട് 3 ആൻഡ് ഇറ്റ്സ് അപ്രോക്സിമേറ്റ് വാല്യൂ ഈസ് 2.23. അപ്പോൾ നമ്മുടെ ഡയറക്ഷൻ ഡെറിവേറ്റീവ് കിട്ടിക്കഴിഞ്ഞു. ഇതിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 2.23. ഇനി അതിൻ്റെ ഒരു മീനിങ് എന്താണെന്ന് കൂടെ പറയുകയാണ്. ദെർഫോർ എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് വൈ വിൽ ഇൻക്രീസ് ബൈ അബൌട്ട് 2.23 ടൈംസ് ദ ഡിസ്റ്റൻസ് മൂവ്ഡ്. അപ്പോൾ ഇത് ആ ഒരു മീനിങ് കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളിവിടെ കണ്ടല്ലോ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എസ് ആണ്, ആർക്ക് ലെങ്തിന് അനുസൃതമായിട്ടുള്ള ഡെറിവേറ്റീവ് ആണ് അല്ലേ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് അവർ ഫങ്ഷൻ അല്ലേ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദ സ്ലോപ്പ് ഓഫ് ദ ഫങ്ഷൻ വിത്ത് റെസ്പെക്ട് ടു ദ ഡിസ്റ്റൻസ് മൂവ്ഡ് ആണ്. അതാണ് പറയുന്നത് ഈ പറയുന്ന ഡെറിവേറ്റീവ് കിട്ടുക എത്രയാണ്? 2.23 എന്ന് കിട്ടി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? നമ്മുടെ ഫങ്ഷനിൽ എന്ത് ചേഞ്ച് വരും? 2.23 ടൈംസ് ചേഞ്ച് വരും. എന്തനുസരിച്ച്? നമ്മൾ മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസ് അനുസരിച്ചിട്ട് ഫങ്ഷനിൽ അത്രയും ചേഞ്ചാണ് ഇവിടെ വരുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഫങ്ഷന് ഡിസ്റ്റൻസ് അനുസരിച്ചുള്ള ചേഞ്ച്, ഫങ്ഷൻ്റെ ഹൈറ്റിനകത്തുള്ള ചേഞ്ചാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതും നമുക്ക് ആ പിക്ചറിനകത്ത് ഏകദേശം പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം, ഇവിടുത്തെ ഈ സർഫസിൽ ഇവിടുത്തെ ഹൈറ്റ് ഉണ്ട്. അടുത്തത് എക്സ് വൈയിലേക്ക് വരുമ്പോഴത്തേക്ക് ഹൈറ്റ് മാറുന്നുണ്ട്. ഈ ഹൈറ്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ഈ പറയുന്ന ആർക്ക് ലെങ്തിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഹൈറ്റ് ചേഞ്ച് ചെയ്യുന്നത് അപ്പോൾ ഒരു പോയിന്റിൽ ഇപ്പം x0 y0യിൽ നിന്നും എക്സ് വൈയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ x0 y0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹൈറ്റും എക്സ് വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹൈറ്റും തമ്മിൽ ഒരു ബന്ധമുണ്ട്. ആ ബന്ധം ആരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഈ ആർക്ക് ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് എത്രയാണെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്? അത് 2.23 ടൈംസ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എത്രയേ ഉള്ളൂ, ഇവിടെ എത്രയാണോ ഉള്ളത്, ഇവിടെ എത്രയാണോ ഹൈറ്റ് ഉള്ളത് ആ ഹൈറ്റിൻ്റെ ഇതെത്രയാണെന്ന് വെച്ചാൽ ഇതെത്രയാണോ ഹൈറ്റ് ആ ഹൈറ്റിൻ്റെ എത്ര ടൈംസ് ആയിരിക്കും ഇവിടെ വരുന്നത്? 2.23 ടൈംസ് ആയിരിക്കും ഇവിടുത്തെ ഹൈറ്റ്. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ x0 y0 ഹൈറ്റിൻ്റെ 2.23 ടൈംസ് ആയിരിക്കും അടുത്ത ഹൈറ്റ് വരുന്നത് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ലാസ്റ്റിൽ ഒരു കൺക്ലൂഷനായിട്ട് നമ്മളിവിടെ എഴുതിയാൽ മതി. കൂടുതലായിട്ട് നിങ്ങളത് ബോധർ ചെയ്യണമെന്നില്ല. അപ്പം അങ്ങനെയൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രോബ്ലം എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് വീഡിയോയിൽ കൂടുതൽ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാൻ സാധിക്കും.